മൈക്രോബിയൽ വാരാചരണത്തിന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ തുടക്കമായി. സ്ഥാപനതല ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷയായി. ആന്റിബയോട്ടിക്കുകളുടെ ക്രമമല്ലാത്ത ഉപയോഗവും ഉപയോഗിച്ച ശേഷമുള്ളവ ഉപേക്ഷിക്കുക വഴി പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമുണ്ടാകുന്ന പ്രതിരോധശേഷി വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്ഥാപനതല ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. സമൂഹത്തിന് കേരളം പോലുള്ള സ്റ്റേറ്റ് എടുത്താൽ മെഡിക്കൽ ബിസിനസ് ഏറ്റവും നന്നായി നടക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അതിലെ ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ ഒരളവ് നോക്കിയാൽ നന്നായി ഉയർന്നു നിൽക്കുന്ന സ്റ്റേറ്റാണ്. നന്നായി ഉയർന്നു നിൽക്കുന്നത് ഒരുപാട് രോഗികളിലായി നിറഞ്ഞ ഒരു നാടാണ് കേരളം എന്നുള്ളതുകൊണ്ടല്ല. അല്ല, ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ടല്ല ഈ ബിസിനസ് കൂടുതലായി കേരളം നടക്കുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് ആരോഗ്യകാര്യത്തിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന സൊസൈറ്റിയാണെന്നുള്ളതുകൊണ്ടാണ്. നല്ല അറ്റൻഷൻ കൊടുക്കുന്ന സൊസൈറ്റിയാണ്. നമുക്കൊരു ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങുകയും അതിലൊരു 90% നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യപ്പെടുന്ന അത്രയും അളവിൽ മരുന്ന് കഴിക്കുകയും ചെയ്യും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാരാചരണ പരിപാടിയിൽ വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ അധ്യക്ഷയായി. ADM ആശ C. എബ്രഹാം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ I. ചിന്ത, IMA സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ R. മദനമോഹനൻ നായർ, IMA സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, സെക്രട്ടറി ഡോക്ടർ KP ദീപ, ടെക്നിക്കൽ അസിസ്റ്റന്റ് KS രാമൻ, ജില്ലാ മെന്റർ ഉണ്ണി അഹമ്മദ്, നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിന് സ്വാഗതവും IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് AMR ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ശാന്തി സുരേഷ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.